നമസ്കാരം. ധനുസ് പി എസ് ടിപ്സിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള പി എസ് സി പരീക്ഷകളുടെ സിലബസിലുള്ള ഒരു ഭാഗമാണ് ഇന്ത്യൻ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത്. LGS ലെവലാണെങ്കിൽ അതിന് 5 മാർക്കും കേരള ഭൂമിശാസ്ത്രം 10 മാർക്കുമാണ്. മറ്റ് പരീക്ഷകൾക്കും അതിൻ്റെതായ മാർക്കില്ല, 10 മാർക്കോളം ഇന്ത്യൻ ഭൂമിശാസ്ത്രം ചോദിക്കാറുണ്ട്. LDC ബെപ്കോ LDCക്കാണെങ്കിലും വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എക്സാമിനാണെങ്കിലും അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എക്സാം, ബീറ്റ് ഫോറസ്റ്റർ, ഈവൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് പോലും ഇന്ത്യൻ ഭൂമിശാസ്ത്രം ഒഴിച്ചുകൂടാനാവാത്തൊരു കണ്ടൻറ്റാണ്. അപ്പോൾ അതിൻ്റെ നോട്ട്സാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ. ഇനി നോട്ട്സ് തപ്പി ആരും നടക്കണ്ട. നോട്ട്സ് പഠിച്ചതിന് ശേഷം നമുക്ക് ആവർത്തന ചോദ്യങ്ങൾ, മുൻവർഷ ചോദ്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാം. അപ്പോൾ നോട്ട്സ് ഇല്ല എന്നുള്ള കംപ്ലയിൻറ്റ് കുറേയധികം പേര് പറയുന്നുണ്ട്. അവർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടിയാണ്. നോട്ട്സ് നിങ്ങൾക്ക് എഴുതിയെടുക്കാം, കേട്ട് വായിച്ച് പഠിക്കാം. ഓക്കെ. അപ്പോൾ ഇതിൽ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളെക്കുറിച്ചും ഭൂപ്രകൃതിയെക്കുറിച്ചും അതിൻ്റെ കര അതിർത്തികളെക്കുറിച്ചും ഭൂശാസ്ത്രപരമായ സവിശേഷതകളെക്കുറിച്ചും ഒക്കെ നമുക്കിതിനകത്ത് നോട്ട്സിനകത്ത് കേട്ട് പഠിക്കാം. ഓക്കെ. അപ്പോൾ ഇതിലാദ്യം ഉള്ളതിൻ്റെ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളാണ്. ഇന്ത്യയുടെ പറ്റി പൊതുവായ വിവരങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഒന്ന്, ഇന്ത്യയുടെ ആകെ വിസ്തീർണം എത്രയാണ്? 32,87,267,263. 32,87,263 ചതുരശ്ര കിലോമീറ്ററാണ് ഇന്ത്യയുടെ ആകെ വിസ്തീർണം. 32 ലക്ഷം. 32,87,263 ചതുരശ്ര കിലോമീറ്ററാണ് ഇന്ത്യയുടെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആകെ വിസ്തീർണം 32,87,263 ചതുരശ്ര കിലോമീറ്ററാണ്. ഓക്കെ. അടുത്തത്, ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എത്രയാണ്? 3,214 കിലോമീറ്ററാണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എത്രയാണ്? 3,214 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം 3,214 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം, എത്ര ദൂരമുണ്ട്? കിഴക്ക് പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ 2,933 കിലോമീറ്റർ ദൂരമുണ്ട്. ഓക്കെ. ആകെ വിസ്തീർണം, ഇന്ത്യയുടെ ആകെ വിസ്തീർണം 32,87,263 ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എന്ന് പറയുന്നത് 3,214 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം എന്ന് പറയുമ്പോൾ 2,933 കിലോമീറ്ററും ആണ്. ഓക്കെ. ഇനി ഇന്ത്യയുടെ വടക്കേ അറ്റത്തിന് പറയുന്ന പേരെന്താണ്? ഇന്ത്യയുടെ വടക്കേ അറ്റത്തിന് പറയുന്ന പേരെന്താണ്? എന്തെന്ന് പറയുന്നു? ഇന്ദിരാകോൾ. ഇന്ത്യയുടെ വടക്കേ അറ്റത്തിന് പറയുന്ന പേരാണെന്ത്? ഇന്ദിരാകോൾ. ഇന്ത്യയുടെ വടക്കേ അറ്റത്തിന് പറയുന്ന പേരാണ് ഇന്ദിരാകോൾ എന്ന്. വടക്കേ അറ്റമാണെന്ത്? ഇന്ദിരാകോൾ. അപ്പോൾ ഇന്ത്യയുടെ തെക്കേ അറ്റം എന്താണ്? തെക്കേ അറ്റത്തിന് പറയുന്ന പേരെന്താണ്? ഇന്ദിരാ പോയിൻ്റ് എന്നാണ്. ഇന്ദിരാ പോയിൻ്റ് എന്നാണ് തെക്കേ അറ്റം. ഇന്ദിരാ പോയിൻ്റ് എന്നാണ് തെക്കേ അറ്റത്തിന് പറയുന്ന പേര്. ഇന്ദിരാ പോയിൻ്റ് എന്നാണ് തെക്കേ അറ്റത്തിന്, പോയിൻ്റ് തെക്കേ അറ്റം അല്ലേ. ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ്റെ തെക്കേ അറ്റത്തിന് പറയുന്ന പേരെന്താണ്? പിക്മാലിൻ പോയിൻ്റ് എന്നാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാകോൾ, ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിൻ്റ്. കിഴക്കേറ്റ് പറഞ്ഞ പേരെന്താണ്? കിഴക്കേ അറ്റം എന്താ പറയുക? കിഴക്കേ അറ്റം കിബിത്തു. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തിന് പറയുന്ന പേര് കിബിത്തു എന്നാണ് പറയുക. അപ്പോൾ പടിഞ്ഞാറേ അറ്റമോ ഗുജറാത്താണ് സ്ഥലം അല്ലേ. ഗുഹോർ മോത്തി പടിഞ്ഞാറ് അറ്റം, പടിഞ്ഞാറ് വശം ഗുഹോർ മോത്തി, പടിഞ്ഞാറേ ഭാഗം, പടിഞ്ഞാറേ അറ്റം ഗുഹോർ മോത്തി ഗുജറാത്തിലാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാകോൾ, തെക്കേ അറ്റം ഇന്ദിരാ പോയിൻ്റ്, കിഴക്ക് ഭാഗം കിഴക്കേ അറ്റം എന്താണ്? കിബിത്തു, പടിഞ്ഞാറേ അറ്റം ഗുഹാർ മോത്തി. ഓക്കെ. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? സംസ്ഥാനം? അരുണാചൽ പ്രദേശാണ് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് കാണുന്ന സംസ്ഥാനം. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് കാണുന്ന സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. ഓക്കെ. അപ്പോൾ എത്രയാണ് ഇന്ത്യയുടെ കര അതിർത്തി? എത്രയാണ്? 15,106
15,106 കിലോമീറ്ററാണ് ഇന്ത്യയുടെ കര അതിർത്തി. ഇന്ത്യയുടെ കര അതിർത്തി എന്താണ്? 15,106. 15,200 എന്ന് പറഞ്ഞാലും നമുക്കതിനെ ആൻസറായി പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, 15,106 കിലോമീറ്റർ ആണെന്ത് ഇന്ത്യയുടെ കര അതിർത്തി. 15,106 കിലോമീറ്ററാണ് ഇന്ത്യയുടെ കര അതിർത്തി. ഓക്കെ, അങ്ങനെയെങ്കിൽ കടൽ തീര ദൈർഘ്യം എത്രയായിരിക്കും? കടൽ തീര ദൈർഘ്യം എത്രയായിരിക്കും? കടൽ തീര ദൈർഘ്യം എന്ന് പറയുമ്പോൾ 7,516.6 കിലോമീറ്ററാണ് ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം. 7,516.6 കിലോമീറ്ററാണ് ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം. 7,516.6 കിലോമീറ്ററാണ് ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം എന്ന് പറയുമ്പോൾ ആൻഡമാൻ നിക്കോബറും ലക്ഷദ്വീപ് തീരപ്രദേശം ഉൾപ്പെടെയാണ് പറയുന്നത്. ആൻഡമാൻ നിക്കോബറും ലക്ഷദ്വീപ് തീരപ്രദേശം ഉൾപ്പെടെയാണ് ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം പറയുന്നത്. 7,516 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അടുത്തുള്ള സംസ്ഥാനം ഏതായിരുന്നു? അരുണാചൽ പ്രദേശാണ്. ഇന്ത്യയുടെ കര അതിർത്തി എത്രയാണ്? 15,106.7. 15,106.7. 15,106 ആണെന്ത് കര അതിർത്തി വരിക. ഓക്കെ, 15,200 നമുക്ക് പഠിക്കാം. ഓക്കെ, 15,200 ആണെന്ത് കര അതിർത്തി വരിക. അപ്പോൾ കടൽ തീരമോ? 7,516.6 കിലോമീറ്റർ. 7,516.6 കിലോമീറ്ററാണ് ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇനി ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയുണ്ട്? 9 രാജ്യങ്ങളുണ്ട് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ നോക്കണം. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ആകെ 9 ഉള്ളത്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ആകെ 9 എണ്ണം. അതിൽ 7 എണ്ണമാണ് കര അതിർത്തി പങ്കിടുന്നത്. 7 എണ്ണം കര അതിർത്തി പങ്കിടുന്നതും സമുദ്രാതിർത്തി പങ്കിടുന്നവ 2 എണ്ണവുമാണ്. കര അതിർത്തി പങ്കിടുന്നവ 7 എണ്ണവും സമുദ്ര അതിർത്തി പങ്കിടുന്നത് 2 എണ്ണവുമാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം 9 രാജ്യങ്ങൾ, 9 എണ്ണമാണുള്ളത്. അതിൽ 7 എണ്ണം കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളും 2 എണ്ണം എന്താണ്? 2 എണ്ണം സമുദ്ര അതിർത്തി പങ്കിടുന്നവയുമാണ് അല്ലേ? അങ്ങനെയെങ്കിൽ കര അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? കര അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്. ഓക്കെ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ് എന്നിവയാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ് എന്നിവയാണ്. ഓക്കെ അല്ലേ? അടുത്തത്, ഇന്ത്യയുടെ തെക്ക് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയുടെ തെക്ക് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ശ്രീലങ്ക, മാലിദ്വീപ്. ശ്രീലങ്കയും മാലിദ്വീപുമാണ് ഉള്ളത്. അടുത്തൊരു ചോദ്യം, ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏതായിരുന്നു? ഇന്ത്യയുടെ നമുക്കറിയാവുന്ന ചോദ്യം അല്ലേ? ചൈനയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യമെന്ന് പറയുന്നത്. ചൈനയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യമെന്ന് പറയും. ഈ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുന്നു. അതായത് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം. PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണത്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ്. ഓക്കെ, ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തിയുള്ള രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. അതും ചോദ്യമാണ്. അഫ്ഗാനിസ്ഥാനാണ്.
ഇത് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തിയുള്ള രാജ്യം ബംഗ്ലാദേശ് ആണെങ്കിൽ കുറവുള്ളത് ആരുമായിട്ടാണ്? അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. ഓക്കെ, 2 പോയിൻറ്റും കിട്ടിയെന്ന് കരുതുന്നു. അടുത്തെന്ന് പറയുന്നത് അതിർത്തി രേഖകൾ ഏതൊക്കെയാണ്? 4 രേഖകൾ, 5 രേഖകളുണ്ട്. ആ രേഖകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരെന്താണ്? ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരെന്താണ്? റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരെന്താണ്? റാഡ്ക്ലിഫ് രേഖ. റാഡ്ക്ലിഫ് രേഖ. അത് ഇന്ത്യയും പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരാണ് ഏത്? റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ, റാഡ്ക്ലിഫ് രേഖ. അടുത്തത് ഇന്ത്യ ചൈന അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരെന്താണ്? മക്മോഹൻ രേഖ. മക്മോഹൻ രേഖ. മക്മോഹൻ രേഖ. അത് ഇന്ത്യ ചൈന അതിർത്തി രേഖയാണ്. ഇന്ത്യ ചൈന, ചൈന എന്ന് പറയും മക്മോഹൻ, ചൈന. ഓക്കെ, റാഡ്ക്ലിഫ് ഇന്ത്യ പാകിസ്ഥാൻ, മക്മോഹൻ രേഖ ഇന്ത്യ ചൈനയെ ബന്ധിപ്പിക്കുന്നു. അടുത്തത് ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരെന്താണ്? പാക് കടലിടുക്ക്. പാക് കടലിടുക്ക്. ഇന്ത്യ ശ്രീലങ്ക, ഇന്ത്യ ശ്രീലങ്ക, ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരെന്താണ്? പാക് കടലിടുക്ക്. അടുത്തത് ഇന്ത്യ മാലിദ്വീപ്, ആ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരെന്താണ്? 8 ഡിഗ്രി ചാനലാണത്. ഇന്ത്യ മാലിദ്വീപ് 8 ഡിഗ്രി ചാനൽ. അതുപോലെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ, അതിൻ്റെ പേരാണ് ഡ്യൂറൻറ്റ് രേഖ. ഡ്യൂറൻറ്റ് രേഖ. ഡ്യൂറൻറ്റ് ഇത് ഡായാണ്. ഡ്യൂറൻറ്റ് രേഖ. ഡ്യൂറൻറ്റ് രേഖയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയാണ് ഡ്യൂറൻറ്റ് രേഖ. അപ്പോൾ അതിർത്തി രേഖ ഒന്നുകൂടി നോക്കാം. ഇന്ത്യ പാകിസ്ഥാൻ രേഖയ്ക്ക് പറയുന്ന പേര് റാഡ്ക്ലിഫ്. പാകിസ്ഥാൻ റാഡ്ക്ലിഫ്. റാഡ്ക്ലിഫ് പാകിസ്ഥാൻ. മക്മോഹൻ രേഖ ഇന്ത്യ ചൈന രേഖ. ചൈന, മോഹൻ്റെതും ചൈനയും കൂടെ പഠിക്കുക. ഇന്ത്യ ചൈന മക്മോഹൻ രേഖ. ഇനിയുള്ളത് പാക് കടലിടുക്ക്. ശ്രീലങ്കയുടെ ആ കടലിടുക്ക് ഓർത്താവും. ഇന്ത്യക്കും അല്ലേ ശ്രീലങ്കയും തൊട്ട് താഴെ ഇടയ്ക്കൊരു ഗ്യാപ്പില്ലേ വരച്ച് കഴിയുമ്പോൾ നമുക്ക്, അതുകൊണ്ട് പാക് കടലിടുക്ക് ഓർത്ത് വെച്ചാൽ മതി. ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖ എന്താണ്? പാക് കടലിടുക്ക്. ഇന്ത്യ മാലിദ്വീപ് 8 ഡിഗ്രി ചാനലാണ്. ഇന്ത്യയുടെ മാലിദ്വീപ് 8 ഡിഗ്രി ചാനലാണ്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുമ്പോൾ ഡ്യൂറൻറ്റ് രേഖയാണ്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുമ്പോൾ ഡ്യൂറൻറ്റ് രേഖ. ഓക്കെ, ഇനി ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സമുദ്രതീരമുള്ള എത്ര എണ്ണമുണ്ട്? സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എത്ര എണ്ണമുണ്ട്? 9 എണ്ണം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സമുദ്രതീരമുള്ളത് എത്ര എണ്ണമുണ്ട്? 9 എണ്ണമാണ് ഉള്ളത്. 9 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ പണ്ടത്തെ സ്ഥിരം ചോദ്യങ്ങളിലൊന്നായിരുന്നു അത്. കടൽ തീരമുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെ? അതെല്ലാം കൂടെ കൊടുത്തിട്ട് നമുക്ക് ഒരെണ്ണം ചേരാത്തതൊക്കെ പറയാൻ പറയും. അപ്പോൾ കടൽ തീരമുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കടൽ തീരമുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. എല്ലാം കിട്ടിയോ? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ഒന്നുകൂടി, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ഓക്കെ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ഇവയാണ് കടൽ തീരം ഉള്ള സംസ്ഥാനങ്ങൾ. 9 എണ്ണം. ഇങ്ങനെ വന്നാൽ ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഏറ്റവും കുറവ് സമുദ്രതീരമുള്ള സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. ഏറ്റവും കുറവ് ഗോവയ്ക്കാണ്. ഏറ്റവും കുറവ് സമുദ്രതീരമുള്ളത് ഗോവയാണ്. ഏറ്റവും കുറവ് സമുദ്രതീരമുള്ളത് ഗോവയ്ക്കാണ്. ഇനി ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഓക്കെ, കടൽത്തീരമുള്ള സംസ്ഥാനങ്ങൾ അപ്പോൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ.
ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള സംസ്ഥാനം ഗുജറാത്ത്. ഏറ്റവും കുറവ് സമുദ്രതീരമുള്ള സംസ്ഥാനം ഗോവ. ഇനി ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, ദക്ഷിണേന്ത്യയിൽ കടൽത്തീരം ഇല്ലാത്ത സംസ്ഥാനം ഏതാണ്? ദക്ഷിണേന്ത്യയിൽ കടൽത്തീരം ഇല്ലാത്ത സംസ്ഥാനം ഏതാണ്? തെലുങ്കാനയാണ്. ഓക്കെ, കടൽത്തീരമില്ലാത്തത് തെലുങ്കാന അല്ലേ? തെലുങ്കാന പഠിച്ചിട്ടുണ്ട്. തെലുങ്കാനയ്ക്ക് കടൽത്തീരം ഇല്ല. ഓക്കെ, അപ്പോൾ ആ അതിർത്തികളെക്കുറിച്ചുള്ള അത്രയും പോയിൻറ്റ്സ് അങ്ങ് കഴിഞ്ഞു. നെക്സ്റ്റ് പോയിൻറ്റ്സ് നമുക്ക് വരുന്നതെന്ന് അറിയിച്ചാൽ ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണ്? അതിനെക്കുറിച്ചാണ് ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണിത്. ഇന്ത്യ LD പഠിക്കണമെങ്കിൽ, വില്ലേജ് ഫീൽഡ് വേണമെങ്കിൽ അല്ലേ, അതിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതിൽ മാർക്ക് വേണം. 50+ മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേ പഠിച്ചെങ്കിൽ ഭൂമിശാസ്ത്രം പഠിച്ചേ പറ്റുകയുള്ളൂ. അത് കുറച്ചുകൂടെ കാരണം സയൻസ് അറിയാവുന്നവർക്ക് ഭൂമിശാസ്ത്രം പഠിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണ്. അപ്പോൾ അല്ലാതല്ല, സയൻസ് ഇപ്പോൾ ഓൾറെഡി കുറച്ച് അറിയാവുന്നവർക്ക് ഭൂമിശാസ്ത്രമായിരിക്കും അവർക്ക് അറിയാത്ത. അപ്പോൾ ആ ഭാഗം കൂടുതൽ പഠിക്കുമ്പോൾ 50+ മാർക്കിലേക്ക് കടക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ അതിർത്തി ഇത് വരുമ്പോഴത്തേക്കിന് ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണ്? മാനക രേഖാംശം എത്രയാണ്? മാനക രേഖാംശം ഇന്ത്യയുടേത് 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയെ പറയുന്ന പേരാണ് എന്ത്? ഇന്ത്യയുടെ മാനക രേഖാംശം. 82 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയ്ക്ക് പറയുന്ന പേരാണ് ഇന്ത്യയുടെ മാനക രേഖാംശം. 82 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയെ പറയുന്ന പേരാണെന്ന് ഇന്ത്യയുടെ മാനക രേഖാംശം. ഈ 82 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖ അതാണ് ഇന്ത്യയുടെ മാനക രേഖാംശം. അത് കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. മാനക രേഖാംശം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നിവയാണ് ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്ന 82 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നിവയാണ് ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറഞ്ഞാൽ 82 ഡിഗ്രി 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശ രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ. ഇനി ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയ്ക്ക് പറയുന്ന പേരെന്താണ്? ഉത്തരായന രേഖയാണ് പ്രധാന രേഖ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും അത്? 23.5 ഡിഗ്രി വടക്കാണ്. എന്തായാലും നമ്മുടെ ചോദ്യം, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖ 23 ഡിഗ്രി വടക്ക് അല്ലേ? ഇപ്പോൾ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖ. എന്നാൽ അടുത്തത്, ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ എത്ര എണ്ണമുണ്ട്? 8 എണ്ണമാണ്. ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ എത്ര എണ്ണമുണ്ട്? 8 എണ്ണമാണ്. ഓക്കെ, അതുകൊണ്ട് അത്രയും പോയിൻറ്റ്സ് നമുക്ക് ഏകദേശം തീർന്നു. നെക്സ്റ്റ് നമുക്ക് ഇന്ത്യയുടെ ഭൂപ്രകൃതിയിലേക്ക് കടക്കാം. വരാം. ഇന്ത്യയിലെ ഇന്നലെ നമ്മുടെ ഒരു ചാപ്റ്റർ 9th ക്ലാസ്സിൻ്റെ ചാപ്റ്റർ പഠിച്ചപ്പോൾ അതിൽ ഭൂപ്രകൃതിയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ സംക്ഷിപ്തമായ രൂപമാണ് നമ്മളിപ്പോൾ നോട്ടായിട്ടോടെ അവതരിപ്പിക്കുന്നത്. ഓക്കെ, അത് ഓൺലൈനായിട്ട് കണ്ടവർക്ക് നമുക്കറിയാം. ചാപ്റ്റർ 9th ക്ലാസ്സിൻ്റെ ചാപ്റ്ററാണിത്. ആ ചാപ്റ്ററിലെ കാര്യങ്ങൾ തന്നെ നമുക്ക് SCRT നോട്ടായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആ നോട്ടുകളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, കേട്ട് പഠിക്കാൻ നിങ്ങൾക്ക് എഴുതിയെടുക്കുകയും ചെയ്യാം. ഓക്കെ, ഇന്ത്യയിലെ പ്രധാന ഭൂഭാഗങ്ങൾ ഏതൊക്കെയാണ്? 1 ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ. ഓക്കെ, ഏതൊക്കെയായിരുന്നു ഇന്ത്യയിലെ പ്രധാന ഭൂവിഭാഗങ്ങൾ ഏതൊക്കെയാണ് അല്ലേ? ഇതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കഴിഞ്ഞ പരീക്ഷകളിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പ്രധാന ഭൂവിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ.
അതങ്ങനെ തന്നെ പഠിക്കുക. ഇന്ത്യയിലെ പ്രധാന ഭൂഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ. ഇത്രയുമാണ് അല്ലേ. 2, 4, 5 എണ്ണമാണ് ഇന്ത്യയുടെ പ്രധാന ഭൂവിഭാഗങ്ങൾ വരിക. ഇന്ത്യയുടെ ഭൂവിഭാഗങ്ങളുടെ സവിശേഷതകൾ വരുന്ന 5 എണ്ണമാണ്. ഏതൊക്കെ? ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ. സിംപ്ലി പറഞ്ഞാൽ പർവ്വതവും മഹാസമതലങ്ങളും പീഠഭൂമിയും തീരപ്രദേശങ്ങളും ദ്വീപുകളും ചേർന്നതാണെന്ത്? ഇന്ത്യയുടെ ഭൂവിഭാഗം. ഇനി ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചൊന്ന് പഠിക്കാം. ഉത്തരപർവ്വത മേഖല എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ടല്ലേ? ഉത്തരപർവ്വത മേഖല പഠിച്ചപ്പോൾ ഉത്തരപർവ്വത മേഖല, ഇതിലെന്തൊക്കെയാണ് വരിക അല്ലേ? അതിൽ 3 എണ്ണമാണ് പഠിച്ചല്ലേ. ഒന്ന്, ഉത്തരപർവ്വത മേഖലയ്ക്ക് 3 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെ? ഒന്ന്, ട്രാൻസ് ഹിമാലയൻ ഭാഗം, ട്രാൻസ് ഹിമാലയൻ മലനിരകൾ. 2, ഹിമാലയൻ മലനിരകൾ അല്ലേ, 2 ഹിമാലയൻ മലനിരകൾ. അടുത്തത് വടക്ക് കിഴക്കൻ മലനിരകൾ അല്ലെങ്കിൽ പൂർവാചൽ എന്ന് പറയും. പൂർവാചൽ. 1 ട്രാൻസ് ഹിമാലയൻ മലനിരകൾ, 1 ട്രാൻസ് ഹിമാലയൻ നിരകൾ. അടുത്തത് ഹിമാലയൻ, ട്രാൻസ് ഹിമാലയൻ, അതുപോലെ പൂർവാചൽ എന്ന് പറയും. ട്രാൻസ് ഹിമാലയൻ നിരകളും പൂർവാചലിൻ്റെ മറ്റൊരു പേരാണ് വടക്ക് കിഴക്കൻ എന്ന് പറയും. വടക്ക് കിഴക്കൻ പഠിച്ച് കുറച്ചുകൂടി മനസ്സിലാവും വേഗം. മറ്റൊരു പേരാണെന്ത്? പൂർവാചൽ വടക്ക് കിഴക്കൻ മലനിരകളാണ്. അപ്പോൾ ഉത്തര മഹാസമതലത്തിൻ്റെ 3 ഭാഗമായി തിരിച്ചിട്ടുണ്ട്. മഹാസമതലം അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് വലിയ ഭാഗമാണ് എന്ന് കരുതുക. അതിൽ 3 ഭാഗങ്ങളുണ്ട്. ഒന്ന്, ട്രാൻസ് ഹിമാലയൻ നിരകളുണ്ട്, ഹിമാലയൻ നിരകളുണ്ട്, വടക്ക് കിഴക്കൻ മലനിരകളുണ്ട്. കിട്ടിയല്ലോ. അടുത്തത് ഹിമാലയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അല്ലേ. ഹിമാലയം എന്ന് പറഞ്ഞാൽ എന്താണ്? മഞ്ഞാണ്, മുഴുവൻ മഞ്ഞാണ് ഹിമാലയം അല്ലേ. ഹിമാലയത്തിൻ്റെ ഭാഗം ഏകദേശം 11 സംസ്ഥാനങ്ങളോളം കടന്നു വരുന്നുണ്ട്. 11 പ്രദേശങ്ങളുണ്ട്. അതുപോലെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഹിമാലയത്തിനോട് അടുപ്പിച്ചാണ് വരിക. ഏതൊക്കെ കേന്ദ്രഭരണ പ്രദേശങ്ങളാണത്? ഏതൊക്കെയാണ്? ഒന്ന്, ജമ്മു കാശ്മീരും ലഡാക്കുമാണ് ഹിമാലയത്തിനോട് അടുത്ത് വരുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ഓക്കെ. ഇനി ഹിമാലയവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഹിമാലയവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഹിമാലയവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ അല്ലേ. ഇന്ത്യ എടുക്കുക, ഹിമാലയം ഓർക്കുക, ആ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളൊക്കെ ഓർക്കണം. ഏതൊക്കെ വരും? ഇന്ത്യയുമായി ഹിമാലയ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ അല്ലേ. ഹിമാലയവുമായി ഏതൊക്കെ? ഒന്ന്, ഇന്ന് നമ്മുടെ ഇന്ത്യ, പിന്നെ ആരാണ്? ചൈന, നേപ്പാൾ അല്ലേ, പിന്നെ ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, ദെൻ പാകിസ്ഥാൻ, മ്യാൻമാർ അല്ലേ. അപ്പോൾ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് ഹിമാലയം അല്ലേ. ചൈനയുമായി അതിർത്തി പങ്കിടുന്നുണ്ട് ഹിമാലയം, നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നുണ്ട് ഹിമാലയം, ഭൂട്ടാനുമായി അതിർത്തി പങ്കിടുന്നുണ്ട് ഹിമാലയം, അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നു ഹിമാലയം, പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നു ഹിമാലയം, മ്യാൻമാർ. ഒന്നുകൂടി പറയാം. ഇന്ത്യ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. ഇന്ത്യ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ദെൻ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ. ഇന്ത്യ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ എന്നിങ്ങനെ രാജ്യങ്ങളുമായിട്ടാണ് ഹിമാലയം അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. ഓക്കെ. അങ്ങനെയെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. ഹിമാലയ പർവ്വതം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ഒരു ചോദ്യമാണ്. ഹിമാലയ പർവ്വതം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എയിൽ വരുന്നത് ഗുജറാത്തുണ്ട്, ഒഡീഷയുണ്ട്, അരുണാചൽ പ്രദേശുണ്ട്, പശ്ചിമ ബംഗാൾ. നമ്മുടെ ആൻസർ എന്താണ്? പശ്ചിമ ബംഗാൾ. ഓക്കെ. ഇനി ഹിമാലയത്തിൽ നമ്മൾ പഠിച്ചു ഇന്നലെ. ഹിമാലയത്തിൻ്റെ 3 ട്രാൻസ് കഴിഞ്ഞിട്ട് ഹിമാലയം എടുക്കുകയാണെങ്കിൽ ഹിമാലയത്തിലെ 3 സമാന്തര പർവ്വതങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഹിമാലയത്തിൻ്റെ 3 സമാന്തര പർവ്വതങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാലയത്തിൻ്റെ 3 സമാന്തര പർവ്വതങ്ങളാണിത്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവ അല്ലേ. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏതാണ്? ഹിമാദ്രിയാണ്.
ഉയരം കൂടിയ ഹിമാലയത്തിലെ ഉയരം കൂടിയ പർവ്വതനിര ഏതാണ്? ഹിമാദ്രിയാണ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏതാണ്? ഹിമാദ്രി. ഹിമാലയത്തിനെ അതിൽ 3 സമാന്തര പർവ്വതനിരകളുണ്ട്. ഹിമാലയത്തിൽ പ്രധാനമായും 3 സമാന്തര പർവ്വതനിരകളാണുള്ളത്. അതിൽ ഒന്നാമത്തേത് ഹിമാദ്രി, നെക്സ്റ്റ് വൺ ഹിമാചൽ, സിവാലിക്. ഹിമാദ്രി എന്താണ് പ്രത്യേകത? ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാദ്രി എന്ന് പറയുന്നത്. അടുത്തത് ഹിമാലയത്തിൻ്റെ വടക്കേ അറ്റത്താണ് ആര് കാണുക? ഇത് കാണുക. വടക്കേ അറ്റമാണ് ആർക്കുള്ളത്? ഹിമാദ്രിക്ക് കൊടുത്തേക്കുന്നത്. വടക്കേ അറ്റത്ത് കാണുന്നതാണെന്ത്? ഹിമാദ്രി അല്ലേ. ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കാണപ്പെടുന്നു ഇവിടെ. ഉയർന്ന കൊടുമുടികൾ കാണപ്പെടുന്ന ഭാഗമാണെന്ത്? ഹിമാദ്രി എന്ന് പറഞ്ഞാൽ. ഇനി മറ്റൊരു ഷോർട്ട് ഫോം പറയാം. ഹിമാലയത്തിൻ്റെ നട്ടെല്ലെന്ന് പറയുന്ന ആരാണ്? ഈ ഹിമാദ്രിയാണ്. നട്ടെല്ല്. ഹിമാലയ നട്ടെല്ലെന്ന് പറയുന്നത് ഹിമാദ്രിയാണ് അല്ലേ. അങ്ങനെ ചോദിക്കട്ടെ, ഹിമാലയത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? നമുക്കറിയാം. അതാണ് മൗണ്ട് അല്ലേ. മൗണ്ട് എവറസ്റ്റാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റാണ് അല്ലേ. 2850 മീറ്റർ ഉണ്ട്. 1850 മീറ്റർ 1850 മീറ്റർ ഉണ്ട് എവറസ്റ്റിന്. ഓക്കെ, 48 എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ ഇപ്പോൾ 1850 മീറ്റർ ഉണ്ട്. നമ്മൾ പഠിക്കുമ്പോൾ NCERT ടെക്സ്റ്റിലൊക്കെ അങ്ങനെ കിടക്കുക. ഇനി ഈ മൗണ്ട് എവറസ്റ്റ് എവിടെ കാണപ്പെടുക? നേപ്പാളിലാണ് മൗണ്ട് എവറസ്റ്റ് ഉള്ളത് അല്ലേ. നേപ്പാളിലാണ് മൗണ്ട് എവറസ്റ്റ് ഉള്ളത്. ഇനി അപ്പോൾ ഹിമാദ്രി അത്രയേ ഉള്ളൂ അല്ലേ. ഹിമാലയത്തിൻ്റെ 3 പ്രധാന പർവ്വതനിരകൾ, സമാന്തര പർവ്വതനിരകൾ ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവയാണ്. ഹിമാദ്രി എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാദ്രി അല്ലേ. വടക്കേറ്റത്ത് കാണപ്പെടുന്നു. ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കാണപ്പെടുന്നത് ഹിമാദ്രിയിലാണ്. ഹിമാലയത്തിൽ നട്ടെല്ലെന്നറിയപ്പെടുന്നതും ഹിമാദ്രിയാണ്. ഓക്കെ, ഇനി ഹിമാദ്രിക്കും സിവാലിക്കും, ഇത് രണ്ടിൻ്റെ ഹിമാദ്രിക്കും സിവാലിക്കും ഇടയിൽ കാണപ്പെടുന്നതാണ് ആര്? ഹിമാചൽ എന്ന് പറഞ്ഞ ആളല്ലേ. ഹിമാചൽ. ഹിമാദ്രിക്കും സിവാലിക്കിൻ്റെ ഇടയിലാണ് ഹിമാചൽ കാണുക. അവിടെ കുറേ സുഖവാസ കേന്ദ്രങ്ങളാണുള്ളത്. സുഖവാസ കേന്ദ്രങ്ങളാണ് അവിടെ ഉള്ളത്. ഹിമാചലിൽ കാണപ്പെടുന്നത്, ഹിമാചൽ പർവ്വതനിരയിൽ കാണപ്പെടുന്നത്, അവിടെ കാണപ്പെടുന്നത് കുറച്ച് സുഖവാസ കേന്ദ്രങ്ങൾ. ഏതൊക്കെയാണ്? ഡൽഹൌസി, നൈനിറ്റാൾ, ഡാർജിലിംഗ്, മസൂറി എന്നിവയാണ് സുഖവാസ കേന്ദ്രങ്ങൾ. ഡൽഹൌസി, നൈനിറ്റാൾ, ഡാർജിലിംഗ്, മസൂറി എന്നിവ കാണപ്പെടുന്നുണ്ട് ഇവിടെ ഹിമാചലിൽ. അവിടെ ഈ സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി ആരാണ്? സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്ന് പറഞ്ഞാൽ ആരാണ്? മസൂറിയാണ് സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി. ഇതും ഹിമാചലിൽ കാണപ്പെടുന്നു. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണിയാണെന്ത്? റാണിയാണ് ആര്? മസൂറി അല്ലേ. എന്നാൽ രാജ്ഞി ആരാണ്? കൊടൈക്കനാലാണ് രാജ്ഞി. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി മസൂറി. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി മസൂറി ആണെങ്കിൽ സുഖവാസ കേന്ദ്രങ്ങളുടെ രാജ്ഞി എന്ന് പറയുമ്പോൾ അതിനെ കൊടൈക്കനാൽ എന്ന് പറയും. അതുപോലെയുള്ളത് താഴ്വരകൾ കാണപ്പെടുന്ന ഹിമാചലിലാണ്. താഴ്വര ഏതൊക്കെയാണ്? നമുക്ക് നോട്ട്സൊക്കെ അറിയാമായിരിക്കും. ഏതൊക്കെ താഴ്വരയാണ്? കാംഗ്ര, അതുപോലെ കുളു, അതുപോലെ കാശ്മീർ. ഈ താഴ്വരകളൊക്കെ കാണപ്പെടുന്ന എവിടെയാണ്? ഹിമാചലിലാണ്. കാഗ്ര, കുളു, കാശ്മീർ താഴ്വരകൾ കാണപ്പെടുന്ന എവിടെയാണ്? ഹിമാചലിലാണ്. കാഗ്ര, കുളു, കാശ്മീർ താഴ്വര കാണപ്പെടുന്നത് ഹിമാചലിലാണ് അല്ലേ. അതുപോലെ മണികരൻ ഗെയ്സർ, ഇന്നലെ മണികരൻ ഗെയ്സർ പറഞ്ഞിരുന്നു. ഞാൻ 9th ടെക്സ്റ്റ് നമ്മൾ പഠിച്ചപ്പോൾ കണ്ടിട്ടുള്ളതാണ്. മണികരൻ ഗെയ്സർ ഉണ്ട് അല്ലേ. അത് സ്ഥിതി ചെയ്യുന്ന താഴ്വര എവിടെയാണ്? കുളുവിലാണ്. മണികരൻ ഗെയ്സർ കാണപ്പെടുന്ന താഴ്വര എവിടെയാണ്? കുളുവിലാണ്. മണികരൻ ഗെയ്സർ, മണികരൻ ചൂടുനീരുറവ. ഓക്കെ, മണികരൻ ഗെയ്സർ കാണപ്പെടുന്ന താഴ്വര ഏതാണ്? കുളുവിലാണ് അല്ലേ. കുളുവിലാണ്. അവിടെ നമ്മൾ സിയാച്ചിനൊക്കെ കണ്ടിരുന്നു. സിയാച്ചിൻ ഒരു സംഭവം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിമപീഠഭൂമിയാണെന്ത്? സിയാച്ചിൻ അല്ലേ. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹെലിപ്പാഡാണെന്ത്? സിയാച്ചിൻ എന്ന് പറയാൽ. ഓക്കെ, സിയാച്ചിൻ ഉയരം കൂടിയ ഹെലിപ്പാഡ്, ഹെലികോപ്റ്റർ വന്ന് സ്റ്റേ ചെയ്യുന്ന സ്ഥലം ഹെലിപ്പാഡ് സിയാച്ചിനുണ്ട് അല്ലേ. അവിടെ നിന്നൊരു ഒരു നദിയൊക്കെ പോകുന്നതിൻ്റെ പേര് നുബ്ര നദി എന്ന് പറയുന്നുണ്ട്. നുബ്ര നദി എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ഹിമാചൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് സുഖവാസ കേന്ദ്രങ്ങൾ, ഡൽഹൌസി, നൈനിറ്റാൾ പോലുള്ള സുഖവാസ കേന്ദ്രങ്ങളുണ്ട് അല്ലേ. മസൂറി പോലുള്ള സുഖവാസ കേന്ദ്രങ്ങളുണ്ട്. അതുപോലെ തന്നെ താഴ്വരകളുണ്ട് ഹിമാചലിൽ. കാംഗ്ര, കുളു, കാശ്മീറുണ്ട് അല്ലേ. അതുപോലെ മണികരൻ ഗെയ്സർ കാണപ്പെടുന്നത് എവിടെയാണ്? കുളു താഴ്വരയിലാണ്. ഓക്കെ,
ഇതൊക്കെ കണക്ട് ചെയ്ത് വേണം പഠിക്കുക. ടെക്സ്റ്റ് വായിക്കുക, നോട്ട് പഠിക്കും, കണക്ട് ചെയ്ത് പഠിക്കുക. ഇനി അടുത്തത് നമ്മുടെ സിയാച്ചിൻ്റെ കാര്യം പറഞ്ഞല്ലോ. സിയാച്ചിൻ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള യുദ്ധക്കളമായ സിയാച്ചിൻ സന്ദർശിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു പ്രധാനമന്ത്രി? ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള യുദ്ധക്കളം, യുദ്ധഭൂമി ഉയരത്തിലുള്ളത്, അത് അല്ല ഹെലിപ്പാഡും ഒക്കെ ഉള്ളത്, അവിടെ സന്ദർശിച്ച ഒരു പ്രധാനമന്ത്രിയുണ്ട് നമുക്ക്. അതാരാണിത്? ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു ആ ഹെലിപ്പാഡിൽ പോയത്. ഉയരമുള്ള യുദ്ധഭൂമി സിയാച്ചിനാണ് കേട്ടോ. ഇനി ഇവിടെ കുളു മണാലി പറഞ്ഞു കഴിഞ്ഞില്ലേ, അതിലൂടെ പോകുന്ന താഴ്വര ബിയാസ് ഉണ്ട്. നമ്മളടുത്ത് ഭൂമിശാസ്ത്രപരമായ ട്രീകളെക്കുറിച്ച്, മരങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അവിടെ കാണപ്പെടുന്നു ഇന്ത്യയിലെ പൈൻ, ഓക്ക്, ഫിർ മരങ്ങൾ കാണപ്പെടുന്നുണ്ട്. അത് പോട്ടെ, ഇനി നമുക്ക് കൊടുമുടികളിലേക്ക് വരാം. അതായത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഇല്ലേ, എല്ലാം അറിയാമെന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിളായി തെറ്റിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് പഠിച്ചു വെക്കാം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ പേരെന്താണ്? ഗോഡ്വിൻ ഓസ്റ്റിൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ പേരെന്താണ്? ഗോഡ്വിൻ ഓസ്റ്റിൻ. മൗണ്ട് കേറ്റു. ഉയരം 8611 മീറ്ററാണ് കേട്ടോ. LD ഒക്കെ എഴുതാൻ പോകുന്നുണ്ട്, BF ഒക്കെ എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ ഇതിന് ഉയരമൊക്കെ പഠിച്ചു വെച്ചോണം, എന്നാലേ ചോദിക്കാം കേട്ടോ. 8611 മീറ്ററാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ പേരെന്താണ്? ഗോഡ്വിൻ ഓസ്റ്റിൻ. മൗണ്ട് കേറ്റു ആണ്. ഇനി അടുത്തൊന്ന്, പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ചോദ്യം, പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗ. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗ അല്ലേ. അത് 8586 മീറ്ററാണ്. കാഞ്ചൻജംഗ എവിടെയാണുള്ളത്? സിക്കിമിലാണുള്ളത്. സിക്കിമിലാണ് കാഞ്ചൻജംഗ ഉള്ളത്. അപ്പോൾ 2 കൊടുമുടി പറഞ്ഞു. അതൊക്കെയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ, മൗണ്ട് കേറ്റു അല്ലേ. പൂർണ്ണമായും കംപ്ലീറ്റ് കാഞ്ചൻജംഗ. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണിത്, കാഞ്ചൻജംഗ. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സിക്കിമിലാണ്. എത്ര മീറ്റർ ഉണ്ട്? 85, വട്ടം കണ്ടില്ലേ, 85, 86, 85, 86 മീറ്ററാണ്. 85, 86 മീറ്റർ. ഓക്കെ, 85, 86 മീറ്റർ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. കൊടുമുടിയുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വത കയറുന്നവരെ കയറ്റിവിടുന്ന ഒരു കൊടുമുടിയുണ്ട്. എൻ്റെ ശൃംഗത്തിൽ ചവിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതാരെന്നറിയോ? കാഞ്ചൻജംഗയാണ്. എൻ്റെ കൊടുമുടിയിൽ അത്യുംഗ ശൃംഗത്തിൽ ചവിട്ടിപ്പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്? കാഞ്ചൻജംഗ. ഓക്കെ, ഇനി അടുത്തൊരു കൊടുമുടിയുടെ പേര് പറയാം. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി. അത് ഒന്നാമത്തവൻ. രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ആരാണ്? നന്ദാദേവിയാണ് രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി. ഉത്തരാഖണ്ഡിലാണ്. നന്ദാദേവി ഉത്തരാഖണ്ഡിൽ, കാഞ്ചൻജംഗ സിക്കിമിൽ. നന്ദാദേവി ഉത്തരാഖണ്ഡിൽ, കാഞ്ചൻജംഗ സിക്കിമിൽ. അടുത്തത് ഹിമാചലിലെ പ്രധാന പർവ്വതനിരകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹിമാചലിലെ പ്രധാന പർവ്വതനിരകൾ. ഒന്ന് പീർപ്പാഞ്ചൽ, ദൗലതാർ, മഹാഭാരത പർവ്വതനിരകളൊക്കെ കാണപ്പെടുന്നു. ഒന്ന് പീർപ്പാഞ്ചൽ എന്ന് ഓർത്തു വെച്ചേക്കാം. ഈ പീർപ്പാഞ്ചൽ പർവ്വതനിര വ്യാപിച്ചു കിടക്കുന്ന പ്രദേശമാണ് ഹിമാചൽ പ്രദേശും ജമ്മു കാശ്മീരുമൊക്കെ. പീർപ്പാഞ്ചൽ പർവ്വതനിരയ്ക്ക് പ്രത്യേകതകളുണ്ട്. ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണിത്. ഹിമാചലിലെ പ്രധാനപ്പെട്ട പർവ്വതനിരകളിൽ ഒന്നാണിത് പീർപ്പാഞ്ചൽ പർവ്വതനിരകൾ അല്ലേ. ഇന്നലെ വായിക്കുമ്പോൾ നമുക്ക് കണ്ടിട്ടുണ്ടത്. പീർപ്പാഞ്ചൽ പർവ്വതനിര വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനവും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഏതൊക്കെയാണ്? പീർപ്പാഞ്ചൽ പർവ്വതനിര. ഈ ഹിമാചലിലെ പ്രധാനപ്പെട്ട പർവ്വതനിരയാണെന്ത്? പീർപ്പാഞ്ചൽ പർവ്വതനിര. അത് വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങൾ അല്ലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഹിമാചൽ പ്രദേശും അതുപോലെ അല്ലേ, പിന്നെ ജമ്മു കാശ്മീറും. ഇത് ജമ്മു കാശ്മീർ ഉണ്ടോ? ഇത് ജായും കേയുമാണ്. ജമ്മു കാശ്മീറും ഹിമാചൽ പ്രദേശ്. ഇങ്ങനെ എഴുതി വേഗം പഠിക്കും. പീർപ്പാഞ്ചൽ പർവ്വതനിര വ്യാപിച്ച് കിടക്കുന്ന സംസ്ഥാനം അല്ലെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് അല്ലേ?
ഹിമാചൽ പ്രദേശും ജമ്മു കാശ്മീരും പീർ പാഞ്ചൽ പർവ്വതനിര. അപ്പോൾ ഹിമാചലിലെ പ്രധാന പർവ്വതനിരയാണെന്ത്? പീർ പാഞ്ചൽ. അത് വ്യാപിച്ചു കിടക്കുന്നതാണ് ഹിമാചൽ പ്രദേശും ജമ്മു കാശ്മീരും അല്ലേ. അതിൻ്റെ ഉയർന്ന ഭാഗം മൗണ്ട് ഇന്ദ്രാൻ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഓക്കെ, ഇനി വേറൊന്നുണ്ട്, ഒരു പുതിയ ക്വസ്റ്റ്യൻ. ഹിമാലയത്തിലെ ജൈവവൈവിധ്യമുണ്ട്, പരിസ്ഥിതിയുണ്ട്, വനഭൂമിയുണ്ട്, വനവിഭവങ്ങൾ എന്നിവയുടെയൊക്കെ സംരക്ഷണം. ഹിമാലയത്തിലെ ജൈവവൈവിധ്യം, പലതരത്തിലുള്ള ജീവജാലങ്ങൾ, അവരുടെ പരിസ്ഥിതി, വനഭൂമി, വനവിഭവങ്ങൾ എന്നിവയുടെ സംരക്ഷണം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാരും UNDPയും ചേർന്ന് ആരംഭിച്ചൊരു പദ്ധതിയുണ്ട്. അതിന് പറയുന്ന പേരെന്താണ്? പേര് സെക്യൂർ ഹിമാലയ. ഒന്നുമില്ല, അതിനെ സംരക്ഷിക്കുക. സെക്യൂർ, SECURE, സെക്യൂർ ഹിമാലയ. സെക്യൂർ ഹിമാലയ എന്നാണ് പേര്. അതായത് ഹിമാലയത്തിലെ ജൈവവൈവിധ്യവും പരിസ്ഥിതിയെയും വനഭൂമിയെയും വനവിഭവങ്ങളെയും ഒക്കെ സംരക്ഷിക്കുന്നത് ലക്ഷ്യമാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരും UNDPയുടെ ചേർന്നിട്ടുണ്ടാക്കിയൊരു സംരംഭമാണെന്ത്? സെക്യൂർ ഹിമാലയ എന്ന് പറഞ്ഞാൽ. സെക്യൂർ ഹിമാലയ കേട്ടോ. ഈ അത്രയാണ് ഹിമാലയത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചൊക്കെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ടെക്സ്റ്റിലും അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നില്ലേ. ഇനിയും അടുത്തത് സിവാലിക്കിനെ കുറിച്ച് നമുക്ക് നോക്കാം. സിവാലിക് എന്ന് പറയുമ്പോൾ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണുന്നതാണ് എന്ത്? തെക്ക് ഭാഗത്ത് കാണുന്നതാണ് സിവാലിക്ക്. തെക്ക് ഭാഗത്ത് കാണുന്നതാണ് സിവാലിക്ക്. തെക്ക് ഭാഗത്ത് സിവാലിക്ക്. തെക്ക് ഭാഗത്താണ് സിവാലിക്ക് കാണപ്പെടുക അല്ലേ. ഉയരം കുറഞ്ഞ പർവ്വതനിരയുമാണെന്ത്? സിവാലിക്. തെക്ക് ഭാഗത്ത് ഉയരം കുറഞ്ഞ പർവ്വതനിരയാണെന്ത്? സിവാലിക് അല്ലേ. ഡൂൺസ് താഴ്വരകൾ, ഡൂൺസ് എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഡൂൺസ് താഴ്വരകൾ ചോദിക്കുന്ന അല്ലെങ്കിൽ ഡൂൺസ് താഴ്വരകൾ കാണപ്പെടുന്ന അല്ലേ സിവാലിക്കിലാണ് കാണപ്പെടുക. ഏറ്റവും വലിയ ഡൂൺ അപ്പോൾ ഏതാണ്? ഏറ്റവും വലിയ ഡൂൺ ഡെറാഡൂൺ. ഏറ്റവും വലിയ ഡൂൺ ഡെറാഡൂൺ അല്ലേ. അവിടെയൊക്കെ കാണുന്നത് സാൽമരങ്ങളാണ്. ഇനി നമുക്ക് എന്താണ് പറയാം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? മൗസിൻഡ്രമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? മൗസിൻഡ്രമാണ് അല്ലേ. രണ്ടാമത്തെ പ്രദേശമോ ചിറാപുഞ്ചിയാണ്. ചിറാപുഞ്ചിയാണ്. ഓക്കെ, ചിറാപുഞ്ചി ആണ്. റാപുഞ്ചിയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ചിറാപുഞ്ചി ഏതാണ്? LGS ലെവൽ. കേരളത്തിൻ്റെ ചിറാപുഞ്ചി ഏതാണ്? ലക്കിടിയാണ്, വയനാട്. കേരളത്തിൻ്റെ ചിറാപുഞ്ചി ലക്കിടി, വയനാടാണ്. ഓക്കെ, ഇനി ഇവിടെ സിവാലിക്കിൽ കാണപ്പെടുന്ന കുറച്ച് പാറകഷ്ണങ്ങൾ നിറഞ്ഞ് ഇടുങ്ങിയ പ്രദേശമുണ്ട്. സിവാലിക്ക് മലനിരകൾക്ക് പ്രത്യേകത അതാണ്. സിവാലിക്ക് മലനിരകളിൽ കാണപ്പെടുന്ന കുറച്ച് ഇടുങ്ങിയ പ്രദേശത്ത് പറയുന്ന പേരാണ് ഭാബർ എന്ന് പറയും. ഭാബർ എന്നാണ് പറയുക, ഭാബർ. അവിടെയുള്ള പ്രദേശമാണ് ടെറായ് പ്രദേശം. ഒരു ക്വസ്റ്റ്യൻ അവിടെ നിന്ന് വരുന്നത്, ഇവിടെ കാണുന്ന ദേശീയോദ്യാനം, ടെറായ് എന്ന് പറയുന്ന സ്ഥലത്ത് കാണപ്പെടുന്ന ടെറായ്, അവിടെ കാണുന്ന ദേശീയോദ്യാനം ഏതാണ്? പറയും, ആർക്ക് പറയും? ദുധ്വ ദേശീയോദ്യാനം. ദുധ്വ ദേശീയോദ്യാനം. ദുധ്വ ദേശീയോദ്യാനം കാണപ്പെടുന്ന സ്ഥലം അപ്പോഴേതാണ്? പ്രദേശം ഏതാണ്? ടെറായ് പ്രദേശം. ടെറായിലാണ് ദുധ്വ ദേശീയോദ്യാനം കാണപ്പെടുക. ഓക്കെ, ദുധ്വ ദേശീയോദ്യാനം കാണപ്പെടുക. ഇത് പഠിക്കുന്ന നമ്മൾ കുറേയധികം എന്താ പറയുക ചുരങ്ങളുമൊക്കെ ഉണ്ട്. നമുക്കതൊരു അടുത്ത ക്ലാസ് എടുക്കാം. ബാക്കി നോക്കാം. ഈ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന, അപ്പോൾ അത് മൂന്നും കഴിഞ്ഞു. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ജമ്മു കാശ്മീരും ലഡാക്കുമാണ്. ഓക്കെ, ഇനി പ്രധാന ക്വസ്റ്റ്യൻസാണ് ഇതൊക്കെ. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശമാണെന്ത്? ജമ്മു കാശ്മീരും ലഡാക്കുമാണ്. ട്രാൻസ് ഹിമാലയൻ നിരകളിൽ വരുന്ന പ്രധാന പർവ്വതനിര ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയൻ അവിടെ വരുന്ന പർവ്വതനിരകൾ ഏതൊക്കെയാണ്? ഇന്നലെ കൂടെ നമ്മൾ കണ്ടതാണ്. ഏതൊക്കെയാണ്? ഒന്ന് കാരക്കോറം, പിന്നെ കാരക്കോറം, ലഡാക്ക്, സസ്കർ. കാരക്കോറം, ലഡാക്ക്. ആ ടെക്സ്റ്റിൽ ഒരു മാപ്പ്, ഇന്ത്യയുടെ മാപ്പ് എടുത്തിട്ട് നോക്കുമ്പോൾ അതിൽ നല്ല ലേബൽ ചെയ്തിട്ടുണ്ട് അല്ലേ. കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവയാണ്. ആ മാപ്പൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് നോക്കണം. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊന്നുകൂടെ ക്ലിയർ ആവും. കാരക്കോറം, ലഡാക്കും സസ്കറുമാണ് ഏത്? ട്രാൻസ് ഹിമാലയത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട പർവ്വതനിരകൾ. അങ്ങനെയെങ്കിൽ ഒരു പ്രധാന ക്വസ്റ്റ്യൻ, മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? കാരക്കോറം. മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? കാരക്കോറം. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ ഖാസി നമ്മൾ കണ്ട ആ സൈഡിലില്ലേ, ഇതൊക്കെ ആ സൈഡിലോട്ട് കിഴക്കോട്ട് പോകുമ്പോഴത്തേക്കിന് ഖാസി
ഇന്ത്യയുടെ ഭൂപടത്തിൽ അല്ലേ ഖാസി, ഗാരോ, ജയന്തിയ, മീസോ, നാഗ, പട്കായ് മലനിരകൾ കാണപ്പെടുന്നുണ്ട് അല്ലേ. ആ ഭാഗമാണെന്ത് പൂർവാചൽ എന്ന് പറയുന്ന ഭാഗം. പൂർവാചലിലാണ് എന്ത് കാണപ്പെടുക? വടക്കിഴക്ക് മലനിരകൾ. അപ്പോൾ ഇവിടെ ട്രാൻസും കഴിഞ്ഞു, ഹിമാലയവും കഴിഞ്ഞല്ലോ. ഹിമാലയം ആദ്യം കഴിഞ്ഞു, ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗം പഠിച്ചു നമ്മളല്ലേ. കാരക്കോറം, ലഡാക്ക്, സസ്കറുണ്ട്. അവിടെ കാരക്കോറം ഒരു ക്വസ്റ്റ്യൻ വന്നു, നമുക്ക് മൺകേറ്റ് വന്നു. ഓക്കെ, അത്രയും അവിടെ കഴിഞ്ഞു. ഇനിയും അടുത്ത എന്താണ്? പൂർവാചൽ, വടക്ക് കിഴക്കൻ മലനിരകൾ നെക്സ്റ്റ് ഭാഗം അല്ലേ. 3 തിരിച്ചിരിക്കുന്നുണ്ട്. ഉത്തരപർവ്വത മേഖല തിരിച്ചില്ല 3 അതിലെ 3-മത്താണെന്ത്? ഈ പൂർവാചൽ. അപ്പോൾ ഖാസി, ഗാരോ, ജയന്തിയ, മീസോ, നാഗോ, പട്കായ് മലനിരകളാണ് അവിടെ അറിയപ്പെടുക. നമ്മൾ ഭൂപടം എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും ആ കിഴക്ക് ഭാഗത്തോടെ ഇങ്ങനെ ചെരിഞ്ഞു വരുന്ന സാധനം ഭൂപടത്തിൻ്റെ അടുത്ത് വെച്ച് നോക്കണം. അപ്പോൾ അത് ഈ ഖാസി, ഗാരോ, ജയന്തിയ മലനിരകൾ കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മേഘാലയാണ്. ഖാസി, ഗാരോ, ജയന്തിയ. ഖാസി, ഗാരോ, ജയന്തിയ, മേഘാലയ. ഓക്കെ. അപ്പോൾ മൗസിൻഡ്രോം എന്ന സ്ഥിതി ചെയ്യുന്ന ഇവിടെ പറഞ്ഞിരയിലാണ്. മൗസിൻഡ്രോം കാണുന്നതും ഖാസിയിലാണ്. ലുഷായ് കുന്ന് കാണുന്നത് എവിടെയാണ്? മിസോറാമിലാണ്. ലുഷായ് കുന്നുകൾ കാണപ്പെടുന്നത് മിസോറാമിലാണ്. ഓക്കെ, ലുഷായ് കുന്നുകൾ കാണപ്പെടുന്നത് മിസോറാമിലാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഇത് എടുത്ത് നമ്മൾ എന്താ പറയുക, ഏത് ഭാഗമായിരുന്നു എടുത്തത്? ഉത്തര പർവ്വത മേഖല അല്ലേ. ഉത്തര പർവ്വത മേഖലയാണ് എടുത്തത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഉത്തര മഹാസമുദ്രമാണ് അല്ലേ. നിങ്ങൾക്ക് ബോറടിക്കും. ഉത്തര മഹാസമുദ്രം അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, ഉത്തര മഹാസമുദ്രത്തിലെ പ്രധാന ഒരു 5-8 ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് പറഞ്ഞു പോകാം. ഉത്തര മഹാസമുദ്രം എന്ന് പറയുമ്പോൾ ഉത്തര മഹാസമുദ്രമാണ് മഹാസമുദ്രം. അതിനകത്ത് ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമുദ്രം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമുദ്രം ഏതാണ്? ഉത്തര മഹാസമുദ്രം. വിസ്തൃതമായ എക്കൽ മണ്ണ് നിറഞ്ഞ സ്ഥലമാണ് ഉത്തര മഹാസമുദ്രം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി ഏതാണ്? ഉത്തര മഹാസമുദ്രം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി ഉത്തര മഹാസമുദ്രം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി ഏതാണ്? കാർഷിക ഭൂമി ഉത്തര മഹാസമുദ്രം. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമുദ്രം ഉത്തര മഹാസമുദ്രം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി ഉത്തര മഹാസമുദ്രം. ഇനി ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എന്നൊക്കെ അറിയപ്പെടുന്ന ആരാ? ഉത്തര മഹാസമുദ്രമാണ്. ഇനി എന്തുകൊണ്ടാണ് ഉത്തര മഹാസമുദ്രം രൂപപ്പെട്ടേക്കുന്നത്? എങ്ങനെ രൂപപ്പെട്ടു? ഹിമാലയൻ നദികളുടെ എക്കൽ നിക്ഷേപം കൊണ്ടാണ് രൂപപ്പെട്ടേക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഉത്തര മഹാസമുദ്ര പ്രദേശങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിന് പറയുന്ന പേര് ചോദ്യമാണ്. ചോദിച്ചിട്ട് ചോദ്യമാണ്. ഉത്തര മഹാസമുദ്ര പ്രദേശങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ് ഏതാണ്? പേരെന്താണ്? ഖാദർ. പുതുതായി നിക്ഷേപിക്കപ്പെട്ടതാണ് ഖാദർ. ഉത്തര മഹാസമുദ്രങ്ങളിലെ പ്രദേശങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെട്ട എക്കൽ മണ്ണിന് പറയുന്ന പേരാണ് ഖാദർ എന്ന്. എന്നാൽ ഉത്തര മഹാസമുദ്ര പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപം എന്താണ്? പഴയത് ഏതാണ്? പഴയത് ഭംഗർ. പുതിയത് ഖാദറാണെങ്കിൽ പഴയത് ഭംഗർ. ഓക്കെ, അടുത്തത് ഉത്തര മഹാസമുദ്രം കഴിഞ്ഞു അല്ലേ. നെക്സ്റ്റ് ഉപദ്വീപീയ പീഠഭൂമി. അതൊന്ന് നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമി അതിലൊരു 5 ക്വസ്റ്റ്യൻസ് നോക്കാം. ഏറ്റവും പഴക്കമേറിയ പ്രധാന ചോദ്യമാണ്, പക്ഷേങ്കിൽ പ്രധാന ചോദ്യങ്ങളാണിത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. പഴക്കമേറിയ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയെന്നുള്ള വാക്കാണ് ഓർത്ത് വെച്ചേക്കുക. പഴക്കമേറിയ, ഇതൊന്നും ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂഭാഗം എന്താണ്? ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂഭാഗം എന്താണ്? ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂഭാഗം എന്താണ്? ഉപദ്വീപീയ പീഠഭൂമി. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഇത് ക്വസ്റ്റ്യൻസ് ആണ് മിക്കവാറും. അതിനകത്ത് ഈ 2 പോയിൻറ്റ്സുകൾ ഇങ്ങനെ തന്നെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് SCERT ടെക്സ്റ്റിൻ്റെ കണ്ടൻറ്റാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ 8, 9, 10 ക്ലാസ്സുകളിലെ ക്രോഡീകരിച്ച് 7ാം ക്ലാസ്സിൽ ക്രോഡീകരിച്ചിട്ടുള്ള നോട്ടാണിത്. ഇനി ഇവിടെ വരുന്നതാണ് ഏത്? അതായത് ആരവല്ലി പർവ്വതനിരകൾ അല്ലേ. നമ്മുടെ ഭൂമുഖത്തുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ളതാണെന്ത്? ആരവല്ലിക്ക്. ഭൂമുഖത്ത് നിന്നുള്ളതിൽ വെച്ച് ഏറ്റവും പ്രാചീന പർവ്വതത്തിൻ്റെ ഏതാണ്? ഇന്ത്യയിലുള്ളത് അല്ലേ. അതായതാണ് ആരവല്ലിയാണ്.
ഇനി പർവ്വതനിരകളെ പറ്റിയാണ് ഇതിൻ്റെ കൂടെ പറയാൻ പോകുന്നത്. അതും കൂടി നോക്കിയിട്ട് നിർത്തും കേട്ടോ. ഓക്കെ, അപ്പോൾ ആരവല്ലി പർവ്വതനിര വ്യാപിച്ചു കിടക്കുന്നത് രത്നംബോർ സരിസ്കയിലൊക്കെയാണ് അല്ലേ. പോട്ടെ, ആരവല്ലി പർവ്വതനിരയിലെ പ്രസിദ്ധമായ സുഖവാസ കേന്ദ്രം ആരാണ്? ആരവല്ലിയിലെ ഏറ്റവും പഴക്കം ചേർന്നതാണ് ആര്? ആരവല്ലി. അത് ഫിക്സഡ് പോയിൻ്റാണ്. പഴക്കം ചേർന്ന പർവ്വതനിരയാണെന്ത്? ആരവല്ലി കേട്ടോ. ഈ ആരവല്ലി പർവ്വതനിരയിലെ പ്രസിദ്ധമായ സുഖവാസ കേന്ദ്രം ആരാണ്? മൗണ്ട് അബു ആണ്. പ്രസിദ്ധമായ സുഖവാസ കേന്ദ്രം മൗണ്ട് അബു ആണ്. പ്രസിദ്ധ സുഖവാസ കേന്ദ്രം മൗണ്ട് അബു രാജസ്ഥാനിൽ കാണപ്പെടുന്നു കേട്ടോ. രാജസ്ഥാനിലാണ് മൗണ്ട് അബു ഉള്ളത്. ഇനി ഈ ആരവല്ലിയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? വെറുതെ നഗരം ഏതാണ്? അജ്മീറാണ്. ഓക്കെ, അജ്മീറാണ്. ഇത് വേറൊരു ക്വസ്റ്റ്യൻ. തെക്കേ ഇന്ത്യയും വടക്കേ ഇന്ത്യയും വേർതിരിക്കുന്ന പർവ്വതനിര ഏതാണ്? തെക്കേ ഇന്ത്യയും വടക്കേ ഇന്ത്യയും വേർതിരിക്കുന്ന പർവ്വതനിര ഏതാണ്? വിന്ധ്യാപർവ്വതനിര. ഓക്കെ, വിന്ധ്യാപർവ്വതനിര. അപ്പോൾ ഞാൻ ഉപദ്വീപി പീഠഭൂമിയിൽ തിരിച്ചു വരികയാണ്. ധാതുക്കളുടെ കല എന്നറിയപ്പെടുന്ന കലയാണോ? കലവറ. ധാതുക്കളുടെ കലവറയാണ് ആര്? ഉപദ്വീപീയ പീഠഭൂമി. ഇതൊക്കെ പ്രധാന പോയിൻറ്റ്സാണ്, വളരെ ഇമ്പോർട്ടൻ്റ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. അവിടെയുള്ള ധാതു നിക്ഷേപം കൂടുതലുള്ള ഭാഗം ഏതാണ്? അതായത് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ ധാതു നിക്ഷേപം കൂടുതലുള്ള മേഖല ഏതാണ്? ഛോട്ടാ നാഗ്പൂർ. ചോദ്യമാണ്, ഛോട്ടാ നാഗ്പൂർ. ഒന്നുകൂടി, ഉപദ്വീപീയ പീഠഭൂമി അല്ലെങ്കിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയിൽ ധാതു നിക്ഷേപങ്ങൾ കൂടുതലുള്ള മേഖല ഏതാണ്? ഛോട്ടാ നാഗ്പൂർ. അപ്പോൾ ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ ആരാണ്? ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ആരാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഓക്കെ, അതിലൂടെ പോകുന്ന നദി ഏതാണ്? ദാമോദർ. ഒന്നുകൂടി, ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഓക്കെ, ഉപദ്വീപീയ പീഠഭൂമിയിൽ ധാതു നിക്ഷേപം കൂടുതലായിട്ടുള്ള മേഖലയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇന്ത്യയിലെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. അതിലൂടെ പോകുന്ന നദിയുടെ പേരെന്താണ്? ദാമോദർ. ധാതുക്കൾ ഛോട്ടാ നാഗ്പൂർ, ദാമോദർ നദി. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയുള്ള പീഠഭൂമി ഏതാണ്? പതിവായ ക്വസ്റ്റ്യൻസാണ്. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയുള്ള പീഠഭൂമി പറയാൻ പറ്റുമോ? ഡെക്കാൻ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയുള്ള പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഇനി പശ്ചിമഘട്ടത്തിനും പൂർവഘട്ടത്തിനും ഇടയിൽ ത്രികോണാകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. പശ്ചിമഘട്ടത്തിനും പൂർവഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ത്രികോണാകൃതിയിലുള്ള പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയുള്ള പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഓക്കെ, വിസ്തൃതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. പശ്ചിമഘട്ടത്തിനും പൂർവഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ത്രികോണാകൃതിയിലുള്ള പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പശ്ചിമഘട്ടത്തെക്കുറിച്ച് ഒന്ന് നോക്കിയിട്ട് നോക്കാം. പശ്ചിമഘട്ടം എന്താണ്? അറബിക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണെന്ത്? പശ്ചിമഘട്ടം. അറബിക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണെന്ത്? പശ്ചിമഘട്ടം അറബിക്കടലിന് സമാന്തരമായി കാണപ്പെടുന്നു. ഓക്കെ, എന്നാൽ ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി പോകുന്ന ആരാണ്? പൂർവ്വഘട്ടവുമാണ് കേട്ടോ.
നെക്സ്റ്റ് നമുക്ക് ആനമുടിയെക്കുറിച്ച് നോക്കാം അല്ലേ. ആനമുടി എന്ന് പറയുമ്പോൾ ഉപദ്വീപീയ പീഠഭൂമി പറയുമ്പോൾ അതിനകത്ത് ആനമുടി വരുന്നുണ്ട് അല്ലേ. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആരാണ്? ചോദ്യമാണത്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ഇത് കിടക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം. ഇതൊക്കെ എപ്പോഴും പഠിച്ചിട്ടുള്ളതല്ലേ, ഇരവികുളം. അടുത്തത് ഹിമാലയത്തിന് തെക്കുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ആനമുടി. എപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി എന്നാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ആനമുടിയാണ്. ഓക്കെ. ഡെക്കാൻ പീഠഭൂമി പഠിച്ചില്ലേ? ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിര് എന്താണ്? പൂർവ്വഘട്ടമാണ് അല്ലേ. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി പോകുന്നതും പൂർവ്വഘട്ടം. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി പോകുന്ന മലനിര പർവ്വതനിര ഏതാണ്? പൂർവ്വഘട്ടം. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിര് പൂർവ്വഘട്ടമാണ്. ഓക്കെ. ഈ പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ജിൻദാഖഡ പർവ്വതം. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ജിൻദാഖഡ പർവ്വതം. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതമാണ് ജിൻദാഖഡ. ജിൻദാഖഡ പർവ്വതം. ജിൻദാഖഡ പർവ്വതം അത് ആന്ധ്രാപ്രദേശിലാണ്. ജിൻദാഖഡ പർവ്വതം ആന്ധ്രാപ്രദേശിലാണ്. ജിൻദാഖഡ പർവ്വതം ആന്ധ്രാപ്രദേശിലാണ് അല്ലേ. ഈ പൂർവ്വഘട്ടത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതമാണെന്ത്? മഹേന്ദ്രഗിരി കുന്നുകൾ. മഹേന്ദ്രഗിരി കുന്നുകൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞ എന്തിനെക്കുറിച്ചാണ്? പൂർവ്വഘട്ടമാണ്. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ജിൻദാഖഡ, രണ്ടാമത്തത് മഹേന്ദ്രഗിരി. ഓക്കെ. ഇനിയും ഈ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന സ്ഥലത്തെ വിളിക്കുന്നൊരു പേരുണ്ട്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന സ്ഥലത്തെ വിളിക്കുന്ന പേരെന്താണ്? പശ്ചിമഘട്ടം ആൻഡ് പൂർവ്വഘട്ടം സന്ധിക്കുന്ന സ്ഥലത്തിന് വിളിക്കുന്ന പേരെന്താണ്? നീലഗിരി. നീലഗിരി അല്ലേ. നീലഗിരി കുന്നുകളിൽ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ഏതാണ്? അതും ചോദ്യമാണ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന സ്ഥലം ഏതാണ്? നീലഗിരിയാണ്. നീലഗിരി കുന്നുകളിൽ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ഏതാണ്? ദോഡാബെട്ടയാണ്. ദോഡാബെട്ടയാണ്. ഓക്കെ. നമ്മുടെ ഇതിനകത്തുള്ള എന്താ പറയുക കണ്ടൻറ്റിൻ്റെ ഒരു ലിമിറ്റുണ്ട്, അത് കഴിയാറായി. അപ്പോൾ നമുക്ക് നിർത്തിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരാം. നിങ്ങൾ കമൻസ് ഇടുക. നെക്സ്റ്റ് ഈ നോട്ടുമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻസ് ഇടണം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ പറ്റിയാൽ നാളെ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ. ബൈ. അപ്പോൾ ഒന്നുകൂടി പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കുറച്ച് മെയിൻ ക്വസ്റ്റ്യൻസ് മാത്രം, ഒരു 10 ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം അല്ലേ. ഒന്ന്, പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടി സന്ധിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരെന്താണ്? പശ്ചിമഘട്ടവും പൂർവ്വഘട്ടം സന്ധിക്കുന്ന സ്ഥലത്തിന് പേര് എന്താണ്? നീലഗിരി. നെക്സ്റ്റ്, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. ഓക്കെ. നെക്സ്റ്റ്, ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ആരവല്ലി. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയുള്ള പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ഓക്കെ. നെക്സ്റ്റ് ഒരു ചോദ്യം, മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? കാരക്കോറം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2. പൂർണ്ണമായി ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന കൊടുമുടി കാഞ്ചൻജംഗ. അടുത്തത്, ഹിമാലയത്തിൽ നട്ടെല്ലെന്ന് പറയുന്നത് ഹിമാദ്രി. നട്ടെല്ല് ഹിമാദ്രി. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ.